എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൾസർ സുനി, ദിലീപ്, ഈ രണ്ട് പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഭയപ്പെടുത്തുന്ന സംഭവം ഏതാ? മലയാളത്തിന്റെ പ്രിയ നായികയെ രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ കാറിനുള്ളിൽ കൂട്ട ബലാത്സംഗത്തിനിരയാക്കുന്നു അല്ലേ? ഇത് മലയാളികളെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയെ മുഴുവൻ ഭയപ്പെടുത്തി പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ്. ബോളിവുഡ് സ്റ്റാർസ് പോലും ഈ ഒരു സംഭവത്തെ അപലപിച്ചുകൊണ്ട് അവരവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇത് പുറം ലോകം അറിഞ്ഞ ആ സമയം മുതൽ, അതായത് ഡേ 1 മുതൽ എൻ്റെ മനസ്സിൽ, എന്നെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇത് ചെയ്തത് ആരാ എന്നുള്ള ഒരു നിഴൽ രൂപം പതിഞ്ഞിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വ്യക്തമായൊരു രൂപം പതിഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ ഒരു പ്രധാന പ്രതി പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിയെ ആർക്കും അറിയില്ലായിരുന്നു. ഈ ഒരു വാർത്തയോട് കൂടിയാണ്, ഈ ഒരു സംഭവത്തോടു കൂടിയാണ് അറിഞ്ഞത്. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സൂത്രധാരനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് വിരൽ ചൂണ്ടാൻ, ജനപ്രിയ നായകനാണ്, പക്ഷെ പ്രതിസ്ഥാനത്തേക്ക് വിരൽ ചൂണ്ടി കുറ്റാരോപിതൻ എന്ന് കോടതി പോലും വിളിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹത്തിലേക്ക് തന്നെ പബ്ലിക്, അതായത് സൊസൈറ്റി മുഴുവൻ വിരൽ ചൂണ്ടാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു സംഭവം നടക്കുന്നതിന്, അതായത് ഈ ക്രൂരപീഡനം നടക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ രണ്ടാം വിവാഹം നടന്നത്. രണ്ടാം വിവാഹം എന്ന് നമ്മൾ പറയുന്നു, ശരിക്കും റിപ്പോർട്ടുകൾ പ്രകാരം മൂന്നാമത്തെ വിവാഹമാണ്. പക്ഷെ നമ്മൾക്ക് രണ്ടാം വിവാഹം എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ രണ്ടാം വിവാഹം ആ സമയത്ത് 2014-15 ആ സമയത്തൊക്കെ മലയാളം വെള്ളിത്തിരയെ കീഴടക്കിയിരുന്ന ശാലീന സുന്ദരി കാവ്യ മാധവനെയായിരുന്നു വിവാഹം ചെയ്തത്. അപ്പം അതിന് കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ മുതൽ ഈ രണ്ട് വ്യക്തികൾ, ജനപ്രിയ നായകനും ഈ കാവ്യ മാധവനും തമ്മിലുള്ള റൂമേഴ്സ്, ഗോസിപ്സ് ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നു. അപ്പൊ ഇതിനെ സത്യമെന്ന് അങ്ങോട്ട് മുദ്ര കുത്താൻ പാകത്തിനുള്ള സോഷ്യൽ മീഡിയ സപ്പോർട്ടുകളൊന്നും നമുക്കില്ലായിരുന്നു. കാരണം യൂട്യൂബ് ഒന്നും കുറച്ച് നാളുകൾക്ക് മുന്നേ ഇല്ലായിരുന്നു. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ആദ്യ ചിത്രം ആയിരുന്ന ചന്ദ്രൻ ഉദിക്കുന്ന സിനിമ മുതൽ ഇവർ രണ്ടുപേരെയും ചേർത്ത്, അതായത് കേരളം മുഴുവൻ വല്ലാത്തൊരു ടൈപ്പ് ഓഫ് റൂമേഴ്സ് ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരുന്നു അല്ലേ? അപ്പോൾ ആലോചിക്കണം, ഇന്നത്തെ പോലെ യൂട്യൂബ് അങ്ങോട്ട് എടുത്തിട്ട് ഇന്ന ആളുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ശാന്തിവിള ദിനേശിനെ പോലുള്ള ആളുകളൊക്കെ വന്നിരുന്ന് പറയാൻ തക്കത്തിനുള്ള ഡെവലപ്മെന്റ്സ് ഒന്നും അന്നുണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് നാനയോ വല്ല വനിതയോ അല്ലെങ്കിൽ മനോരമ മംഗളം പോലുള്ള മാഗസിൻസിലൂടെ ആയിരുന്നു ആളുകൾ പലതും അറിഞ്ഞിരുന്നത്. അതൊക്കെ ഒരു 5% മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് മൗത്ത് പബ്ലിസിറ്റികളായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ എത്ര ചെറുതാണെന്നും മനുഷ്യന്മാരുടെ നാവ് എത്ര വലുതാണെന്നും, അതായത് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾക്ക്, അതിനപ്പുറത്തേക്കുള്ള മലയാളികൾക്ക് പോലും ഈ രണ്ട് വ്യക്തികളെ കുറിച്ചുള്ള റൂമേഴ്സ് കേട്ടുകൊണ്ടിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഫിലിം ഇൻഡസ്ട്രി അല്ലേ, റൂമേഴ്സ്, ഗോസിപ്സ് ഒക്കെ ഇത് സർവ്വസാധാരണമാണ്. അതുപോലെ ആയിരിക്കാം. കാരണം ഈ നായകനൊരു ഭാര്യ ഉണ്ടായിരുന്നല്ലോ. അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, അതിനും ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ ആ കാലത്ത് തിളങ്ങി നിന്നിരുന്ന മലയാളത്തിലെ പ്രമുഖ നടി, എന്തിനേറെ പറയണം, അഭിനയത്തിന്റെ കുലപതി അല്ലെങ്കിൽ പെരുന്തച്ഛനായിരുന്നു തിലകൻ പോലും അത്ഭുതപ്പെട്ടു പോയ അഭിനയ മികവ്. എല്ലാവർക്കും ഇഷ്ടമുള്ള, എനിക്ക് തോന്നുന്നു ഹേറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല മഞ്ജു വാര്യറിന് അല്ലേ? ഇപ്പോഴത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. അവർ വെള്ളിത്തിരയിൽ കത്തി നിന്ന സമയത്താണ് ഇദ്ദേഹവുമായി പ്രണയത്തിലായതും വിവാഹം എന്നുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ ഇവരെ ഒരു വീട്ടമ്മ പദവിയിലേക്ക് ഇദ്ദേഹം ട്രാൻസ്ഫർ കൊടുത്ത് മാറ്റിയിരുത്തിയത്. എനിക്ക് തോന്നുന്നു 14-15 വർഷത്തേക്ക് മഞ്ജു വാര്യർ എവിടെ, എന്ത്, എങ്ങനെ എന്നുള്ള കാര്യം അധികം ആർക്കും അറിയത്തില്ലായിരുന്നു. ഏതെങ്കിലും സെലിബ്രിറ്റീസിന്റെ വിവാഹത്തിൽ സ്റ്റേജിലൊക്കെ വല്ലപ്പോഴും പ്രത്യക്ഷപ്പെട്ടു എന്നതൊഴിച്ചാൽ അവർ സിനിമ എന്നതിനപ്പുറത്തേക്ക് അവർ സ്നേഹിച്ചിരുന്ന നൃത്തം, അതായത് കലാതിലകം അല്ലെങ്കിൽ നൃത്തം, ഈ മേഖലയിലൂടെയാണ് ഇവർ സിനിമയിലേക്ക് വന്നത്. നൃത്തത്തെ അവരായി തന്നെ സ്നേഹിച്ച് അതിനെ അത്രമാത്രം ആരാധിച്ചിരുന്ന ആ ഒരു കലയിൽ നിന്ന് പോലും കുറച്ച് വർഷങ്ങൾ അവർ വിട്ടുനിന്നു. പൊതുസമൂഹം അവരെ കണ്ടതേയില്ല. നേരത്തെ പറഞ്ഞതുപോലെ വല്ല കല്യാണങ്ങൾക്കോ ഒക്കെ മാത്രം കണ്ടെങ്കിലായി. അത്രമാത്രം അവർ തിളങ്ങി നിന്ന മേഖലകളിൽ നിന്നൊക്കെ വലിച്ചു തൂക്കിയെടുത്ത് ഒരു വീടിന്റെ അടുക്കളയിൽ കൊണ്ടിട്ടു. കാലക്രമേണ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു ബഹുമുഖ പ്രതിഭയെ ആളുകൾ മറക്കുന്നു എന്ന് തോന്നിയ സമയത്ത്, ആ സമയത്ത് കത്തിക്കൊണ്ടു നിന്ന കാവ്യ മാധവൻ എന്ന് പറയുന്ന ശാലീന സുന്ദരി, അതിസുന്ദരി അല്ലേ, എല്ലാ സിനിമകളിലും നായിക, അഭിനയത്തിലാണെങ്കിൽ
മികച്ച പ്രകടനം, അതായത് മഞ്ജു വാര്യരെ പോലെ വെള്ളിത്തിര കീഴടക്കി നിന്ന ആ സമയത്തെ നായികയെ ഇദ്ദേഹം വിവാഹം ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ടാം വിവാഹം എനിക്കൊന്ന് ഈ താജ് വിവാന്തയിൽ വെച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. 2014-15 ആ കാലഘട്ടത്തിലായിരുന്നു ആ വിവാഹം. കാവ്യമാധവനുമായിട്ടുള്ള വിവാഹം നടന്നപ്പോൾ നമുക്ക് മനസ്സിലായി അതിനു മുമ്പ് കേട്ടിരുന്ന റൂമേഴ്സ് എല്ലാം വളരെ സത്യമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെയൊക്കെ ചെറുപ്പത്തിലും മീശ മാധവനൊക്കെ റിലീസായ സമയത്തൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, ഈ പാട്ട് റിലീസായി കഴിഞ്ഞപ്പോഴേക്കും മഞ്ജു വാര്യറും ദിലീപും പിരിയാറായിട്ടുണ്ട്, മഞ്ജു വാര്യറിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഇവരുടെ കുടുംബ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കുവാണേ. ഈ വിവാഹം നടന്നപ്പോൾ എനിക്കൊക്കെ തോന്നി അതൊക്കെ ഇത്ര കറക്റ്റായിരുന്നു എന്ന്. അപ്പൊ മഞ്ജു വാര്യർ ദിലീപ് അവരുടെ കുടുംബ ജീവിതത്തിൽ എന്തൊക്കെയോ വിള്ളല് വീഴാൻ ചില റിലേഷൻഷിപ്പുകൾ കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യം ആ ഒരൊറ്റ വിവാഹത്തിൽ, അതായത് 2015 ജനപ്രിയ നായകൻ കാവ്യമാധവൻ വിവാഹം ചെയ്തപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ വിവാഹത്തിനും കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അതിക്രൂരമായി പീഡനം നടക്കുന്നത്. അപ്പോൾ അല്പമെങ്കിലും ബോധമുള്ള വിവരമുള്ള ആളുകൾക്ക് ചുമ്മാ ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ചെയ്യിപ്പിച്ചത് ആണ്, ഇതിന്റെ പിന്നിൽ ഒരു സൂത്രധാരനുണ്ട്, ഇത് ഈ വ്യക്തിയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ വായ്മൊഴികളായിട്ടാണെങ്കിലും മറ്റു രീതികളിലോട്ടാണെങ്കിലും ഈ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള അതിനപ്പുറത്തേക്കുള്ള മലയാളികൾക്കൊക്കെ അറിയാമായിരുന്നു ഇവർ തമ്മിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്, ഇതറിയാവുന്ന ആരൊക്കെയോ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന്. അതിൽ ഉൾപ്പെട്ട നായികയായിരുന്നു. എനിക്ക് റൂമേഴ്സിലൊക്കെ ഇവർ തമ്മിലുള്ള റൂമേഴ്സിലൊക്കെ പലപ്പോഴും ഉൾപ്പെട്ടിരുന്നു ഈ പീഡനത്തിനിരയായ നായികയും. അപ്പോൾ ഇത് ഉറപ്പായും ചെയ്തിട്ടുള്ളതാണ് എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ വാർത്തകൾ ഒക്കെ മലയാളികളിൽ ഇവരെ ചുറ്റിപ്പറ്റി എപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ സംഭവം അറിഞ്ഞ ദിവസം മുതൽ എൻ്റെ മനസ്സിൽ, അപ്പോൾ ഈ ഒരു സംഭവം നടന്നതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ അമ്മ അസോസിയേഷനിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിനിടയിൽ മഞ്ജു വാര്യർ വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, ഇത് വ്യക്തമായി അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരൊറ്റ വാചകത്തിലാണ് അന്വേഷണം നടന്നതും ഇത് അവസാനിച്ചില്ല എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരുപാട് അറസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ നമുക്കറിയാം തീർച്ചയായും ഒരു വ്യക്തിയിലേക്ക് തന്നെ നമ്മൾ ചെല്ലുന്നുണ്ട്, വിരൽ ചൂണ്ടുന്നുണ്ട്, പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആളിലേക്ക് തന്നെ നമ്മൾ വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവം, അതായത് ഈ ഒരു മീറ്റിംഗിൽ മഞ്ജു വാര്യർ സംസാരിക്കുന്നു, അതിനുശേഷം നാടകീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു. പൾസർ സുനി ഈ ജനപ്രിയ നായകന്റെ വീട്ടിലേക്ക് ലെറ്റർ അയക്കുന്നു. ഇപ്പൊ ലെറ്റർ അയക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയുന്നില്ല. 1-2 ആഴ്ചകൾക്ക് ശേഷം ജനപ്രിയ നായകൻ SP ഓഫീസിലേക്ക് ചെല്ലുകയാണ്. പ്രതി എന്ന് ആരോപിച്ച് റിമാൻഡിൽ കഴിയുന്ന പൾസർ സുനി ഇദ്ദേഹത്തിന് ലെറ്റർ അയക്കുന്നുണ്ട്, ഇദ്ദേഹത്തെ മെന്റലി ടോർച്ചർ ചെയ്യുന്നുണ്ട്, പൈസ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. പാളിപ്പോയൊരു നാടകത്തിന്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ ആ കണ്ടതൊക്കെ. പാളിപ്പോയ നാടകം എന്ന് പറയാൻ കാര്യം 10-17 ദിവസങ്ങൾക്ക് ശേഷം ലെറ്റർ അയച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു പൾസർ സുനി എന്ന് പറഞ്ഞ ആ വ്യക്തി അറസ്റ്റിലാവുകയാണ് ചെയ്തത്. 3-4 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്, റിമാൻഡിലായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, വളരെ വലിയ ചതി രണ്ടും സകല ഭാഗത്തേക്ക് നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ഒരു ജനപ്രിയ നടി ഭാവന എന്ന് പറയുന്ന ആ ഒരു നായികയെ കാറിനുള്ളിൽ റേപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്ര നാളും ഈ ഒരു ജനപ്രിയ നായകന്റെ ഭാഗ്യ നായികയായിരുന്നു ഭാവന എന്ന് പറയുന്നത്. CID മൂസ എന്ന് പറയുന്ന വമ്പൻ വിജയം, അതായത് ആ സിനിമ റിലീസ് ചെയ്ത എനിക്ക് തോന്നുന്നു May 14 ആണെന്ന് തോന്നുന്നു, May 4. അപ്പൊ ആ ഒരു ഡേ വെച്ചിട്ട് ഒരു സിനിമ പോലും റിലീസ് ചെയ്തിട്ടുണ്ട് പുള്ളി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഭാഗ്യ നായിക എന്ന് പറയുന്ന കാവ്യമാധവനേക്കാൾ അപ്പുറം ഭാവനയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഒരു സഹോദരി സ്ഥാനത്തോ അതിനപ്പുറത്തേക്കോ ഭാഗ്യ നായിക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ വരുമാനം കിട്ടുന്ന മേഖല, നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, തൊഴിലിടം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോ അത്രമാത്രം പരിചയത്തിലിരുന്ന ഒരു പെൺകുട്ടിയോട് ഇദ്ദേഹത്തിന്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ മുൻ ഭാര്യയോട് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ്. അതായത് ഒരു പരിധി വിട്ട് സമ്പാദ്യങ്ങൾ വന്നുകൂടുമ്പോൾ നമ്മൾ ഒരു ഗുണ്ടാത്തലവനോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തലവനോ ഒക്കെയാണെന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുകയും ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയും പിന്നെ അതുപോലെ ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പം ഒരു ചതി അവിടെ ചെയ്തു. അപ്പൊ ഇദ്ദേഹത്തിന് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തതെന്ന് പിന്നീട് തെളിയിക്കപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് എത്രയോ കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു.
അപ്പം കുറച്ച് കൊടുത്തിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ചത്, അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ചത്. പ്രവൃത്തി ചെയ്ത് പ്രതിയായി ഇദ്ദേഹം അകത്ത് പോയി കഴിഞ്ഞപ്പം പൾസർ സുനിയെ അവിടെ ചവിട്ടുകയാണ് ചെയ്തത്, ചവിട്ടി തേക്കുകയാണ് ചെയ്തത്. അതായത് 1-2 ലക്ഷം രൂപ കൊടുത്തു, അല്ലെങ്കിൽ 5-8 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം അയാളെ എന്നേക്കുമായി ജയിലിൽ അടച്ചിടാനുള്ള പഴുതുകൾ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നോക്കിക്കോണം, വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരു ഇര മാത്രമാണ് എൻ്റെ മുന്നിൽ ഉള്ളത് എന്ന് ഇദ്ദേഹത്തിന്റെ എക്വിപ്മെന്റിനെ, അതായത് ഇദ്ദേഹത്തിന്റെ പണിയായുധം എന്ന് പറയുന്നത് ഇവിടെ പൾസർ സുനിയാണ്, അദ്ദേഹത്തെ വിശ്വസിപ്പിക്കുന്നു. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പൾസർ സുനി ഇത് ചെയ്യുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ 2 ഇരകളായിരുന്നു. അപ്പോൾ ഈ ഒരൊറ്റ കൃത്യത്തോടു കൂടി 2 ഇരകൾ ഒരേ സമയം ഇദ്ദേഹത്തിന്റെ ഈ കെണിയിൽ വീണുപോയി എന്ന് പറയാം. അപ്പം രണ്ടും 2 രീതിയിലാണെന്നേ ഉള്ളൂ. അപ്പൊ ചതി നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന് ഇവിടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ ഈ ഡോക്ടർ എലിസബത്തിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അനർഘം സംസാരിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജസ്റ്റിസ് കിട്ടണം എന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ജസ്റ്റിസ് കിട്ടണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുകയും ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കേസാണ്. ഏതൊക്കെയോ മൊമെന്റിൽ ഈ കേസ് പൂട്ടിക്കെട്ടി ഇതിനിപ്പം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ട് കുറച്ചു നാൾ ഈ ഒരു കേസ് ഇതങ്ങ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് 2 ദിവസം മുന്നേ റിപ്പോർട്ടർ ചാനൽ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതായത് ഒളിക്യാമറയിലൂടെ എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പൾസർ സുനിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ കണ്ടതാണ്. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഈ വ്യക്തി, ജനപ്രിയ നായകൻ ചെയ്യിപ്പിച്ചതാണ്. അപ്പം പറഞ്ഞ തുക പോലും കൊടുത്തിട്ടില്ല, ഇദ്ദേഹത്തെ ട്രാപ്പ് ചെയ്തതാണ്. ജയിലിനുള്ളിൽ ഇദ്ദേഹത്തെ കൊല്ലും എന്ന് ഭയന്ന്, അതായത് എവിടുന്നോ പുള്ളിക്ക് ഒരു ക്ലൂ കിട്ടി, കൊല്ലും. അതായത് ചില സിനിമകളുടെ സ്റ്റോറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. എസ്പെഷ്യലി ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ജീവിക്കുന്നവർ ചില സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ സിനിമയിലുള്ള ഏതോ ക്യാരക്ടേഴ്സ് പോലെയൊക്കെ ആകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ബാലൻ, പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയിരുന്ന സിദ്ദിഖ് അല്ലേ. അപ്പം എന്തൊക്കെ ഹീനമായ പ്രവർത്തികളാണ് ഹോട്ടൽ മുറിയിൽ വെച്ച് മകളുടെ പ്രായമുള്ള പെൺകുട്ടിയോട് ചെയ്തിരിക്കുന്നത്. അപ്പം സിനിമകളുടെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് സിനിമകൾ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ അതുപോലുള്ള ഒരു തെളിവാണ് സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ജനപ്രിയ നായകനാണെങ്കിൽ തന്നെ അസാമാന്യ ഹോൾഡുള്ള വ്യക്തിയാണ്. ചില ചുമതലകളിൽ നിന്നൊക്കെ ഇദ്ദേഹം മാറി, ചില സംഘടനകളിൽ നിന്നൊക്കെ ഇദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കരം ഇദ്ദേഹത്തിന്റെ എല്ലായിടത്തും ചലിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഈ കേസ് എങ്ങനെയാകും മുന്നോട്ട്, ഇത് പോയാൽ എങ്ങനെയാവും? ഇത് മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഒരു കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി ശ്രമിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ പ്രതി കൊല്ലപ്പെടാനുള്ള ചാൻസും ഉണ്ട്. കാരണം പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കേസ് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് പോലും അറിയത്തില്ല. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള ചില റിസ്കുകൾ ഉള്ളിടത്തോളം എത്രമാത്രം ഇതിലെ ആ ഒരു വിക്ടിമിന് ജസ്റ്റിസ് കിട്ടുമെന്നറിയത്തില്ല. എങ്കിലും സൊസൈറ്റി ഒന്നടങ്കം ആഗ്രഹിക്കുകയാണ് ജസ്റ്റിസ് കിട്ടണം. കാരണം ഇനി ഒരു സംഭവം ഉണ്ടാകരുത്. മലയാളം ഫിലിം ഇൻഡസ്ട്രി നോക്കുവാണെങ്കിൽ ചരിത്രം തിരുത്തി കുറിച്ച് ഈ ഒരൊറ്റ കേസോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വരാനുള്ള ഒരു മെയിൻ ഘടകം എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒറ്റ സംഭവം. എത്രമാത്രം ഹീനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന രീതിയിൽ ഇത്രമാത്രം ഇൻസെക്യൂർ ആണോ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ ഒരുപാട്, അതായത് ഒരു അമ്മ സംഘടനയിൽ പേര് ചേർക്കാൻ പോലും സ്ത്രീകളുടെ മുന്നിൽ അവരുടെ മാനത്തിന് വില കൊടുക്കുന്ന ഒരു സമൂഹം. ഈ ഒരു സംഭവത്തിൽ കൃത്യമായൊരു ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിപ്പം മീഡിയ ആണെങ്കിലും ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിലും ഒക്കെ ഒന്ന് ആഞ്ഞു പരിശ്രമിച്ചിരുന്നെങ്കിൽ ഇതിന് ജസ്റ്റിസ് കിട്ടിയാൽ മാത്രമേ ഇതിനെ തുടർന്നുണ്ടായ ഈ ചരിത്രം തിരുത്തിക്കുറിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്ട്രോങ് ബേസ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായില്ലേ? ഈ ഒരു സംഭവത്തിൽ ജസ്റ്റിസ് കിട്ടിയില്ല എങ്കിൽ ഇത് പല കാര്യങ്ങളുടെയും അടിത്തറ പിടിച്ചു കുലുക്കുന്നതായിരിക്കും. ഇപ്പൊ ഈ വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആണെങ്കിൽ പോലും ഇത്ര വലിയൊരു കേസിന് ഒരു ജസ്റ്റിസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിന്റെ പിന്നിലുള്ളതൊക്കെ 2ാം സ്ഥാനം മാത്രമാണ്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു ഉറപ്പ് എത്രമാത്രമെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ. അപ്പോൾ ആ ഒരു നടിക്ക് ജസ്റ്റിസ് കിട്ടണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.